ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ വാതിലുകളിലൊക്കെ ഈ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു പൂപ്പൽ പോലെ വരലും പിന്നെ നന്നായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക പുള്ളിയും കുത്തൊക്കെ വരുന്ന പോലത്തെ ഒരു ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പോളിഷ് അടിച്ചിട്ടുള്ള വാതിലാണ്. അപ്പോൾ അത് കുറച്ച് കാലം കഴിഞ്ഞാൽ പോളിഷ് അടിച്ചതൊക്കെ പോവും. പിന്നെ നമ്മുടെ ഒരു ടിപ്പ് അനുസരിച്ച് നമുക്ക് പോളിഷ് അടിച്ച പോലെ തന്നെ നന്നായിട്ട് വാതിലൊക്കെ ഒരു ക്ലീൻ ചെയ്യാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ കൂടി കാണിക്കാൻ പോണത്. പോളിഷ് അടിച്ച് കഴിഞ്ഞ് കുറച്ച് കാലമൊക്കെ നല്ല ഇതിൽ അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു മങ്ങലൊക്കെ വരും, ചെറിയ ചെറിയ കുത്തുകളൊക്കെ വരും. പിന്നെ അതേ നമ്മൾ ഈ പൂട്ടണ ഭാഗത്തുള്ള അവിടെയൊക്കെ നല്ലോണം പൊടി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ലോണം കളർ വരാറുള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നല്ലോണം അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാമെന്നൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ വാതിൽ കേട്ടോ. വാതിലും ജനലും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാനാണ് പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഇതിൻ്റെ ഇടകളിൽ ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ ഇടയിലൊക്കെ നല്ലോണം പൊടികൾ ഉണ്ടാവും കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഒരു തുണി എടുത്തിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ഉള്ളിലത്തെ തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നന്നായി തന്നെ നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് വാതിൽ മൊത്തമായിട്ടും ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് തന്നെ ഞാനൊരു 2 ടീസ്പൂൺ വരുന്ന വിനാഗിരി, നമ്മളിത് സുറുക്കാന്നും വിനാഗിരി എന്നൊക്കെ പറയും, അച്ചാറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ വിനാഗിരി ഞാനൊരു 2 ടീസ്പൂൺ ഒപ്പത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഈ വെളിച്ചെണ്ണയും നമ്മുടെ വിനാഗിരിയും നന്നായി തന്നെ മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണയും വിനാഗിരിയും രണ്ടും വെവ്വേറെ ആയിട്ടാണ് തിരിഞ്ഞ് കാണുന്നത് കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം രണ്ടും വെവ്വേറെ ആയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് അത് യോജിക്കും വരെ നന്നായിട്ട് 1 മിനിറ്റൊക്കെ നന്നായി തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിനാഗിരിയും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ക്ലീനിങ്ങിന്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു പൊട്ട തുണി എടുത്തിട്ട് ആദ്യം ഇതിലത്തെ പൊടികളും എല്ലാ കാര്യങ്ങളും ഒന്ന് നന്നായി തുടച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഫ്ലവറിൻ്റെ ഉള്ളിലും ലീഫിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം പൊടി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നന്നായി പോകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് വെള്ളം നനവൊന്നും ഇല്ലാത്തൊരു തുണി എടുക്കണം കേട്ടോ. അതുകൊണ്ട് നന്നായി തന്നെ നമ്മുടെ വാതിലൊക്കെ ഒന്ന് വൃത്തിയിൽ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തുടച്ചെടുത്തതിന് ശേഷം നമ്മളിതേ മിക്സ് ചെയ്തിട്ടുള്ള സാധനവും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു സോക്സാണ് കേട്ടോ. പഴയ സോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കളയണ്ട, ഇതുപോലെ എടുത്ത് വെച്ചോളോ. എന്നിട്ട് നമ്മുടെ ഈ ലിക്വിഡിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ഡോർമിക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. ഈ സോക്സൊക്കെ ആകുമ്പോൾ നമുക്ക് കയ്യിന് വേറെ കംപ്ലൈൻറ്റുകളൊന്നും വരില്ല. പിന്നെ നമുക്ക് ഈ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ഈ ഒരു സോക്സ് ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഉരയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഉരയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലേസിങ് വരുന്നത് കണ്ടോ. സൂപ്പറാണ് കേട്ടോ. നന്നായി തന്നെ നമ്മുടെ വാതിൽമയൊക്കെ മൊത്തമായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഉരച്ച് നോക്കുക. അതിപ്പോൾ ഇപ്പുറത്തെ ഭാഗവും ഇപ്പോൾ ഈ ഞാൻ ക്ലീൻ ചെയ്ത ഭാഗവും കണ്ടാൽ തമ്മിൽ നിങ്ങൾക്ക് അറിയാം എന്തോരം ഇതിലാണ് ക്ലീൻ ആവണേന്ന് അറിയാം. പിന്നെ ഇതുകൊണ്ട് ഉരയ്ക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും കയ്യിന് വരില്ല കേട്ടോ. കറക്റ്റ് വേദനയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല. നന്നായിട്ട് ഈ ഫ്ലവറിൻ്റെ ഇടയിലൊക്കെ നമുക്ക് നന്നായി വിരലുകളൊക്കെ ഇട്ടിട്ട് നന്നായി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ഉപകാരമാണ് ഈ സോക്സ് ഇട്ടിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് ഞാൻ ഈ വാതിലിമയും ജലനേമയും എല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൊല്യൂഷൻ ഒന്ന് തേച്ച് വരാം കേട്ടോ. പിന്നെ കണ്ടില്ലേ ഈ വാതിലിൻ്റെ സാഷ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു കളർ വ്യത്യാസമൊക്കെ നോക്കി നോക്കൂട്ടോ നിങ്ങൾ. ആകെ ഒരു മങ്ങിയൊരു കളർ വ്യത്യാസമാണ്. അപ്പോൾ ഒരു 4 കൊല്ലമായിട്ടുണ്ട് നമ്മളിത് പോളിഷ് അടിച്ചിട്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പോളിഷ് അടിക്കലൊന്നുമില്ല, ഇടയ്ക്ക് അങ്ങനെ ഇതുപോലെ തുടച്ചിടാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ നന്നായി തുടച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ ഇതുപോലെ തന്നെ നിന്നോളൂ കേട്ടോ. വേറെ അഴുക്കുകളൊന്നും പെട്ടെന്ന് വരില്ല. അപ്പോൾ നന്നായിട്ട് ഞാൻ എല്ലാ ഭാഗത്തേക്കും ഈ ലിക്വിഡ് എത്ര ഈ ഇടകളിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇപ്പുറത്തെ ഭാഗവും ഉരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഉരച്ച വലത്തെ സൈഡിലത്തെ വാതിലിൻ്റെ പാളിയും ഇപ്പുറത്ത് ഉരയ്ക്കുന്ന വാതിലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ട് കണ്ടാൽ തന്നെ അറിയാം എന്താ അതിൻ്റെ ഒരു ഗ്ലേസിങ് അല്ലേ. അപ്പോൾ ഇതൊരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ തയ്യാറാക്കണത്. അപ്പോൾ കണ്ടാൽ ഞാനിന്ന് ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോഴേക്കും നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ കൈ എത്തണ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുകൊണ്ട് തന്നെ ഉരച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നല്ലോണം തിളക്കത്തിൽ തന്നെ കേട്ടോ നമുക്ക് ഇത് ഉണ്ടാവാൻ വരുന്നത്. പിന്നെ നമ്മുടെ ഈ വാതിലിൻ്റെ ഈ സാഷ എന്ന് പറഞ്ഞില്ലേ, ആ സാധനത്തിന്മേയും ഞാൻ നന്നായി ഉരക്കിയിട്ടുണ്ട്. നന്നായിട്ട് പൊടി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെ ചെറിയൊരു പൂപ്പൽ പോലെയൊക്കെ വാതിലുമ്മ വരും കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈർപ്പം തട്ടുമ്പോൾ അങ്ങനെ ഒരു പൂപ്പൽ കളറൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ
ഇപ്പം മഴക്കാലമൊക്കെ തുടങ്ങിയ സമയമായ കാരണം വാതിലൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ സൊല്യൂഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ബാക്കി നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാതിലിൻ്റെ ലുക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേ സൊല്യൂഷൻ തന്നെ നല്ല നമ്മൾ ജലനേമയും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജലനയുടെ പാളിയും ഒക്കെ നന്നായി തേച്ച് കൊടുക്കുന്നുണ്ട്. കണ്ട പിന്നെ ഈ പറഞ്ഞ ഈ സംഭവത്തുമ്മയൊക്കെ നന്നായിട്ട് ഈ സൊല്യൂഷൻ തേച്ചിട്ടൊന്ന് ഉരയ്ക്കുകയാണെങ്കിൽ നല്ലോണം കളർ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ ഓരോ ഭാഗങ്ങളിൽ ഉരയ്ക്കുമ്പോൾ തന്നെ നന്നായി ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് വേർതിരിച്ച് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ ഇതിനായിട്ട് പുറത്തുനിന്നൊന്നും ഒന്നും മേടിക്കൊന്നും വേണ്ട. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ച് നമ്മുടെ വാതിലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കാം കേട്ടോ. പിന്നെ അതാ ബാക്കി അതിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നത് ഞാൻ ജലനയുടെ പാളികളും കാര്യങ്ങളൊക്കെ ഉരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സാധാരണ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നമ്മൾ ഈ തേച്ച് കൊടുത്തിട്ടുള്ള സാധനം ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി തന്നെ എല്ലാ ഭാഗങ്ങളിലും, സാധാരണ ഒരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ, എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഉരച്ചെടുക്കുമ്പോൾ ചെളി ഉണ്ടെങ്കിൽ ചെളിയൊക്കെ നന്നായിട്ട് ഈ തുണിയിൽ അങ്ങോട്ട് ഇളകി പോകുന്നുള്ളൂ കേട്ടോ. വൃത്തിയായി കിടക്കാനും സൂപ്പറാണ് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയുടെ ഇതൊക്കെ ഉള്ള കാരണം നിങ്ങൾക്ക് ഉറുമ്പ് വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. നമ്മളിതേ ചുരുക്കയും കൂടി ആഡ് ചെയ്തിട്ടുള്ളതല്ലോ, അപ്പോൾ ഉറുമ്പൊന്നും വരില്ല. പിന്നെ ഇതേപോലത്തെ തുണി എടുത്തിട്ട് നമ്മളിത് നന്നായി തന്നെ എല്ലാ ഭാഗത്തേക്കും ഉരച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ PR ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.